വളരെ അപ്രതീക്ഷിതമായാണ് കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സന്ദർശനം നടത്തിയത്. പശ്ചിമേഷ്യയിൽ അതിരൂക്ഷമായ സംഘർഷങ്ങൾ തുടങ്ങിയതിനു ശേഷം ഒട്ടേറെ തവണയാണ് നെതന്യാഹു ഗാസയിൽ സന്ദർശനം നടത്തിയത്. ഹമാസിനെതിരെ അതിശക്തമായ ആക്രമണം നടക്കുന്നതിനിടെ നെതന്യാഹു ഗാസയിൽ സന്ദർശനം നടത്തുന്നതിന് വലിയ പ്രാധാന്യമാണുള്ളത്. ബന്ദികളുടെ മോചനവും വെടിനിർത്തലിനും വേണ്ടിയുള്ള ചർച്ചകൾ വലിയ രീതിയിൽ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഗാസ സന്ദർശനം. യുദ്ധം അവസാനിക്കുന്നതോടെ ഹമാസ് ഇനി ഒരിക്കലും ഗാസയിൽ ഉണ്ടാകില്ലെന്നാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതുവരെ പോരാട്ടം തുടരുമെന്നും നെതന്യാഹു പറയുന്നു. ഹമാസ് മേഖലയിലുള്ള ഇസ്രയേൽ സൈനിക ക്യാമ്പുകൾ നെതന്യാഹു സന്ദർശിച്ചു. ഹമാസ് ഭീകരവാദികൾ ബന്ദികളാക്കിയ ഇസ്രയേൽ പൗരന്മാരെ കണ്ടെത്തുന്നതിന് സഹായിക്കുന്നവർക്കുള്ള പാരിതോഷികവും നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓരോ ബന്ദിയെയും കണ്ടെത്തുന്നവർക്ക് $50 ലക്ഷം നൽകുമെന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബന്ദികളുടെ മോചനത്തിനായി എത്ര പണവും ചെലവാക്കാൻ തയ്യാറാണെന്ന് നെതന്യാഹു മുൻപും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കൻ ഗാസ മേഖലയിൽ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഗാസയിൽ നെതന്യാഹുവിന്റെ സന്ദർശനമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 1 വർഷത്തോളമായി ഹമാസ് തടവിൽ കഴിയുന്ന ഇസ്രയേൽ പൗരന്മാരുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇനിയും ഒരു നടപടിയും ഇസ്രയേൽ ഭരണകൂടം എടുക്കുന്നില്ല എന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട്. എന്നാൽ ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് നെതന്യാഹു ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ ബന്ദികളെ ദ്രോഹിക്കാൻ തുനിയുന്നവരുടെ കൈകളിൽ രക്തം പുരളുമെന്നും ഹമാസ് തീവ്രവാദികളെ വേട്ടയാടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രയേൽ പ്രതിരോധ മന്ത്രിക്കും സൈനിക മേധാവിക്കുമൊപ്പം നെതന്യാഹുവിന്റെ ഗാസ സന്ദർശന വേളയിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ സന്ദേശത്തിലാണ് ഈ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, നെതന്യാഹുവിന്റെ സഹായി ബന്ദിമോചന ചർച്ചകളിലെ രഹസ്യവിവരങ്ങൾ വിദേശ മാധ്യമങ്ങൾക്ക് ചോർത്തിയതായും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതീവ രഹസ്യ സ്വഭാവമുള്ള സൈനിക രഹസ്യാന്വേഷണ രേഖയാണ് ചോർന്നതെന്ന് ഇസ്രയേലിലെ റിഷോൺ ലെസിയോൺ മജിസ്ട്രേറ്റ് കോടതിയാണ് വ്യക്തമാക്കിയതെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം സെപ്റ്റംബറിൽ ജർമ്മനിയിലെ ബിൽഡ് ദിനപത്രത്തിലാണ് ഈ രേഖകൾ നൽകിയത്. പൊതുജനാഭിപ്രായം അനുകൂലമാക്കാനാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഓഗസ്റ്റ് അവസാനം 6 ഉന്നത ബന്ദികളെ ഹമാസ് കൊലപ്പെടുത്തിയതിനു ശേഷം നെതന്യാഹുവിനെതിരായ പരസ്യ വിമർശനം കുറയ്ക്കുന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യമെന്നാണ് കരുതുന്നത്. നെതന്യാഹുവിന്റെ സഹായി എലി ഫെൽസ്റ്റാണ് കേസിലെ പ്രധാന പ്രതി. പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും ചർച്ചകളിലെ കാലതാമസത്തിന് ഹമാസ് നേതാവ് യഹ്യ സിൻവറിനെ ഉത്തരവാദിയാക്കാനും ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഹമാസിനെതിരെ വരാനും വേണ്ടിയാണ് ഈ രേഖ ചോർത്തിയതെന്നാണ് ആരോപണം. സെൻസിറ്റീവ് ഇന്റലിജൻസ് വിവരങ്ങൾ ചോർത്തിയതിന് ഈ മാസം ആദ്യമാണ് ഫെൽസ്റ്റീനെ അറസ്റ്റ് ചെയ്തത്.